സംഭവമേ ഓർഗാനിക് ഫെർട്ടിലൈസർ ആണെങ്കിലും നമുക്കിത് ഇതേപടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് നല്ല കോൺസെൻട്രേറ്റഡ് ആണ്. മണ്ണിനെ ഒന്ന് നടുക്കുന്ന് കുത്തി ഇളക്കുക. ചൂട്ടിൽ ഇളക്കരുത്, കാരണം ചൂട് പിടിച്ചിരിക്കുന്നതാണെങ്കിൽ വേരൊന്നും പൊട്ടരുത്. ഒന്നിൻ്റെ നേരെ ചൂട്ടിൽ ഒഴിക്കരുത്, കുറച്ച് ദൂരം മാറ്റി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് പച്ചക്കറികൾക്ക് മാത്രമല്ല കേട്ടോ, പൂക്കുന്ന ചെടികൾക്കും നമ്മുടെ മുറ്റത്തുള്ള മുല്ലയ്ക്കും റോസയ്ക്കും എല്ലാത്തിനും ഉഗ്രനൊരു വളമാണിത്. നമ്മൾ വളം അന്വേഷിച്ചേ വേറെ എങ്ങും പോകേണ്ടതില്ല. നമ്മുടെ അടുക്കളയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള വളമൊക്കെ കിട്ടും. ഹലോ, വെൽക്കം ബാക്ക്. ഒരു ചെറിയ പച്ചക്കറിത്തോട്ടമുള്ളവർക്കേ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വളങ്ങൾ അത് ജൈവ വളങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ തന്നെ ഈസിലി അവൈലബിൾ ആണ്. നമ്മൾ ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ജൈവ വളങ്ങളും നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ജൈവവളം, അതും ലിക്വിഡ് ഫോമിൽ ഞാനിന്ന് പരിചയപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും ഡെയിലി വീട്ടിൽ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്ന് യാതൊരു വളങ്ങളും മേടിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. സോ ഞാൻ പറഞ്ഞ വളവേ ഇതാണ്. ഇതിങ്ങനെ ബക്കറ്റിൽ അടച്ചു വെച്ചിരിക്കുക. ഇതൊരു 5 ദിവസമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനമാണ്. മറ്റൊന്നുമല്ല കേട്ടോ, ഇത് റിച്ച് ഇൻ വൈറ്റമിൻ ഇ ആണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇതെല്ലാം നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതിൻ്റെ എല്ലാം ഒരു കലവറ തന്നെയാണിത്. ഇത് നമ്മൾ വെറുതെ കളയാതെ ഇങ്ങനെ ബക്കറ്റിൽ അടച്ചു വെച്ചാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നതേ മറ്റൊന്നിനെക്കുറിച്ചുമല്ല, നമ്മുടെ കഞ്ഞിവെള്ളം. നമുക്ക് ഡെയിലി വീട്ടിലുണ്ടാക്കുന്ന സാധനമാണല്ലോ. അത് മിച്ചം വരുന്ന കഞ്ഞിവെള്ളം ഇങ്ങനൊരു ബക്കറ്റ് വെച്ച് ഒരു അടപ്പുള്ള ബക്കറ്റിൽ ഒഴിച്ചൊഴിച്ച് വെക്കുക. പിന്നെ ഈ കഞ്ഞിവെള്ളം ഡെയിലി നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത്, ഇത് പുളിപ്പിക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു സാധനം കൂടെ ആഡ് ചെയ്യും, അതായത് നമ്മുടെ ഉള്ളിത്തൊലി. ഉള്ളി, സബോള, പിന്നെ വെളുത്തുള്ളി, ഇതിൻ്റെ ഒന്നും തൊലികൾ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൽ ഇടാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ ഡെയിലി കൊണ്ടുവന്ന് ഇതിനകത്ത് തന്നെയാണ് ഇടുന്നത്, ഈ കഞ്ഞിവെള്ളത്തിനകത്ത്. അപ്പോൾ ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ഉള്ളിത്തൊലിയുടെ വർക്കാവും. പിന്നെ നമ്മുടെ ഈ ഉള്ളിത്തൊലിയെ നിസ്സാരക്കാരനല്ല കേട്ടോ, ഇത് പല ഫോമിൽ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കഞ്ഞിവെള്ളത്തിനകത്താണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് റിച്ച് ഇൻ കാൽസ്യം, മഗ്നീഷ്യം, കോപ്പർ, ഇതെല്ലാം, ഈ മിനറൽസ് എല്ലാം നമ്മുടെ ചെടികൾക്ക് വളരാനും കായ്ക്കാനും പൂക്കാനും ഒക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോഴേ ഒരു സൂപ്പർ ജൈവവളമാണ് കിട്ടുന്നത്. ഇനി നമുക്കേ നമ്മുടെ ഈ ബക്കറ്റ് ഒന്ന് തുറക്കാം. യെസ്, ഇതാണ് നമ്മുടെ കഞ്ഞിവെള്ളം ഉള്ളിത്തൊലി മിക്സ്. ഇതൊരു 5 ദിവസം പഴക്കമുള്ള സാധനം കേട്ടോ. നല്ല രീതിയിൽ പുളിച്ചിരിക്കുന്നതാണ്. നമുക്ക് ഒരു മുതൽ മുടക്കുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. ഇത് 5 ദിവസമായി കഴിയുമ്പോഴേക്കും ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിക്കും. അത് മാത്രമല്ല കേട്ടോ, ഈ ഉള്ളിത്തൊലിയും കൂടി ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കളറും അങ്ങ് മാറും. ഇപ്പോൾ കണ്ടോ, ആ ഉള്ളിയുടെ കളറും കൂടി ഇതിനകത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താലേ യാതൊരു ദോഷവും വരില്ല. നല്ല സൂപ്പർ ഒരു ജൈവവളം തന്നെയാണിത്. നമ്മുടെ ഈ ജൈവവളം ഇതേപടി ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ എൻ്റെ ചെടികളെല്ലാം ഞാൻ നട്ടിരിക്കുന്നത്, പച്ചക്കറികളാണേലും ചെടികളാണേലും എല്ലാം നിലത്താണ്. ഒരു 70% നിലത്താണ് നട്ടിരിക്കുന്നത്. ബാക്കിയുള്ള കുറച്ച് മാത്രമേ ഉള്ളൂ ചെടിച്ചട്ടിക്കകത്തും ചാക്കിനകത്തും ഒക്കെ ആയിട്ട്. അപ്പോൾ നിലത്ത് നട്ടിരിക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾക്കിത് അരിക്കേണ്ട ആവശ്യമില്ല, അല്ലാത്തതിനും അരിക്കേണ്ട ആവശ്യമില്ല. ഈ ഉള്ളിത്തൊലിയൊക്കെ മുകളിൽ പൊങ്ങിക്കിടക്കാതെ നമ്മൾ കുറച്ച് മണ്ണ് വാരിയിട്ടാൽ മതി. സംഭവമേ ഓർഗാനിക് ഫെർട്ടിലൈസർ ആണെങ്കിലും നമുക്കിത് ഇതേപടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് നല്ല കോൺസെൻട്രേറ്റഡ് ആണ്, പുളിച്ചതുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനൊരു കപ്പ് എടുക്കുക. ഏതാണോ മെഷറിംഗ് കപ്പ് അത് തന്നെ. അപ്പോൾ എനിക്കിങ്ങനൊരു കപ്പുണ്ട് കേട്ടോ, എല്ലാം മെഷർ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് 1 കപ്പ് കഞ്ഞിവെള്ളം എടുത്താൽ 3 കപ്പ് പച്ചവെള്ളം കൂടെ ആഡ് ചെയ്യണം. അത്ര ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ചെടികൾക്ക് ഒഴിക്കാവുള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് 1 കപ്പ് കഞ്ഞിവെള്ളം എടുക്കാം. യെസ്, 1 കപ്പ് നിറച്ച് കഞ്ഞിവെള്ളം.
അത് നമ്മൾ ഈ വലിയ ബക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഇതിന് 3 കപ്പ് പച്ചവെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിക്കാം. അടുത്ത കപ്പ് പച്ചവെള്ളം. ഇത് രണ്ടാമത്തെ കപ്പ്. ഇനി നമുക്ക് 1 കപ്പ് പച്ചവെള്ളം കൂടെ ഒഴിച്ചാൽ മതി. ഇതേ നമ്മുടെ ലാസ്റ്റ് കപ്പാണ്. അങ്ങനെ 1 കപ്പ് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിനകത്തോട്ട് നമ്മൾ 3 കപ്പ് പച്ചവെള്ളം കൂടി ആഡ് ചെയ്തു. ഇതിന് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്നതേ വൈകുന്നേരങ്ങളിലായിരിക്കണേ. പകലൊഴിച്ചു കൊടുത്താൽ സൂര്യപ്രകാശത്തിൽ പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് ഡ്രൈ ആയിപ്പോകും. രാത്രിയാണെങ്കിൽ ഇത് മാക്സിമം ഉണങ്ങാതെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ തന്നെ കിടക്കും. ഇതേ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട നമ്മുടെ തക്കാളികളാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളം മിക്സ് കൂടെ ഇവർക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് നല്ല രീതിയിൽ മണ്ണിനെ ഒന്ന് നടുക്കുന്ന് കുത്തി ഇളക്കുക. ചുവട്ടിൽ ഇളക്കരുത്, കാരണം ചൂട് പിടിച്ചിരിക്കുന്നതാണെങ്കിൽ വേരൊന്നും പൊട്ടരുത്. ചെടികളുടെ വേരിൻ്റെ സൈഡിൽ നിന്ന് മാറി നമ്മളൊന്ന് മണ്ണിനെ കൊത്തി ഇളക്കുക. കൊത്തി ഇളക്കിയ ഈ പോർഷനിലേക്ക് നമ്മുടെ ഡയലൂട്ട് ചെയ്ത ഈ കഞ്ഞിവെള്ളം മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ചെടികൾക്കും കിട്ടുന്ന രീതിയിൽ നടുക്കായിട്ട് ഇവിടെ കൂടെ ഒഴിക്കാം. ഒന്നിൻ്റെ നേരെ ചുവട്ടിൽ ഒഴിക്കരുത്, കുറച്ച് ദൂരം മാറ്റി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് പച്ചക്കറികൾക്ക് മാത്രമല്ല കേട്ടോ, പൂക്കുന്ന ചെടികൾക്കും നമ്മുടെ മുറ്റത്തുള്ള മുല്ലയ്ക്കും റോസയ്ക്കും എല്ലാത്തിനും ഉഗ്രനൊരു വളമാണിത്. നമ്മൾ വളം അന്വേഷിച്ചേ വേറെ എങ്ങും പോകേണ്ടതില്ല. നമ്മുടെ അടുക്കളയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള വളമൊക്കെ കിട്ടും. ബാക്കിയുള്ളത് നമുക്ക് ഈ നടുക്കൂട്ടം ഒഴിച്ചേക്കാം. പിന്നെ ഇങ്ങനെ നമ്മൾ വളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇനിയെ പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വളമെല്ലാം ഡൈല്യൂട്ടായി പോകും. ഇത് മാക്സിമം എത്ര നേരം ഇതിനകത്ത് കിടക്കുന്നോ അത്രയും നല്ലതാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പൂൾ ചെയ്ത് കിടക്കുന്ന എല്ലാം താഴേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ വേരുകളെല്ലാം ഇത് വലിച്ചെടുത്തോളും. ഇതെല്ലാമേ നമ്മുടെ പയറുകളുടെ ഏരിയയാണ്. ചോട്ടിൽ നിന്ന് മാറ്റി ഇങ്ങനെ ഒന്ന് മണ്ണ് കുത്തി ഇളക്കുക. തീരെ ചൂട്ടിലോട്ട് പോകരുതേ, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോകും. എന്നിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം മിക്സ് നടുക്കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരേപോലെ കിട്ടും. പിന്നെ ഈ കിടക്കുന്ന ഉള്ളിത്തൊലിയൊക്കെ ഇങ്ങനെ മണ്ണിട്ടങ്ങ് മൂടിയാൽ മതി. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും അങ്ങ് ഒഴിവാകും. ഇപ്പം നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ നടുവാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ഉള്ളിത്തൊലികളൊക്കെ ഒരു വൃത്തികേടാണ്. അപ്പം നമ്മളിത് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ അരിച്ച് കിട്ടിയ ആ ബാക്കി പോർഷന് നമുക്ക് വേണമെങ്കിൽ മണ്ണിൽ കുഴിച്ചിടാം. ഉള്ളിത്തൊലിയുടെ എല്ലാം ഞാൻ മണ്ണിനടിയിൽ തന്നെ മൂടി. ഇതേ നമ്മുടെ പയറിട്ടും 18 മണിയൻ പയറാണ്.
അപ്പോൾ ഇവർക്ക് കൂടെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ മണ്ണ് കൊത്തി ഇളക്കുന്ന വഴിയേ ഇതിനടിയിലുള്ള ചെറിയ ചെറിയ കളകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പൊയ്ക്കോളും. നടുക്കോട്ടങ്ങ് ഒഴിക്കാം. അങ്ങനെ വലിയ വില മുടക്കൊന്നുമില്ലാതെ പൈസ മുടക്കൊന്നുമില്ലാതെ നമുക്ക് ഈസിയായിട്ട് നമുക്കൊരു കൊച്ചു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇവർക്ക് ആവശ്യമുള്ള സകല മിനറൽസും നമ്മൾ കൊടുത്ത ഈ വളത്തിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ പുളിപ്പിച്ച് വെച്ചിരുന്ന കഞ്ഞിവെള്ളവും നമ്മുടെ ഉള്ളിത്തൊലിയും എല്ലാം കൂടെ നമ്മളിപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതേ നമ്മുടെ ബക്കറ്റ് കാലിയാണ്. ഇന്ന് തൊട്ട് ഇനിയും കഞ്ഞിവെള്ളം ഇതിനകത്ത് ഒഴിക്കും. കൂടെ ഉള്ളിത്തൊലിയോ പിന്നെ സബോള തൊലിയോ പിന്നെ നമ്മുടെ വെളുത്തുള്ളി തൊലി എല്ലാം ഇടും. പച്ചക്കറി വേസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ അതിട്ടാൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ അത് നമ്മൾ ഇതിലിടൂല. അത് നമുക്ക് ബയോഗ്യാസിലാണ്. ബയോഗ്യാസിൽ അതിട്ടാലേ നമുക്ക് ഗ്യാസ് കിട്ടുള്ളൂ. സോ വീട്ടിൽ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളവും ഉള്ളിത്തൊലിയും ഒന്നും വെറുതെ കളയണ്ട. ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ നമ്മുടെ പച്ചക്കറികൾക്ക് നല്ല വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം.